നാളെ ഏർലി മോർണിംഗ് നമുക്കൊന്ന് കോഴിക്കോട് വരെ പോകേണ്ട ആവശ്യമുണ്ട്. പിന്നെ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഏർലി മോർണിംഗ് ഉച്ചയാവണമെന്ന് 100% ഉറപ്പുള്ളതിന്റെ പേരിൽ ഇന്ന് രാത്രി തന്നെ വീട്ടിൽ നിന്ന് ബാഗും പാക്ക് ചെയ്ത് ഇറങ്ങി പോയത്. വേറെ ഇങ്ങോട്ടല്ല, തൃശ്ശൂരുള്ള ഇത്താട് വീട്ടിൽ ചെന്നപാടെ അവരുടെ ഏക മാമാനെ സ്വീകരിക്കാനായിട്ട് ഇത്താട് 2 പൊന്നമ്മനകൾ നിൽക്കുന്നുണ്ട്. മാമ നമ്മൾ ജോഡി വരുന്നുള്ള പ്രതീക്ഷയിൽ വാതിലൊക്കെ തുറന്നു പോയത് ഏപ്പെട്ടെ. പിന്നെ ഞാൻ തന്നെ എടുത്ത് പൊക്കണ്ടോ അങ്ങനെ ബേബിനെ ഓക്കെ ആക്കി നമ്മൾ അവിടെ മോർണിംഗ് തന്നെ ഇറങ്ങി. പക്ഷേ ഏർലി ആയില്ല എന്നുള്ളൂ. ഫസ്റ്റ് ബസ്സും സെക്കൻഡ് ബസ്സും ഒക്കെ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ കണ്ടായത് കോഴിക്കോട് ബസ് കയറി നേരെ കോഴിക്കോട് പോയിട്ട് അവിടെ ഇറങ്ങിയ പാടെ തന്നെ ആദ്യം കണ്ട ഓട്ടോച്ചേട്ടനെ തന്നെ വിളിച്ചു. പിന്നെ മനസ്സിലായി ആള് പഴയ പ്രോ ഡ്രൈവർ ആയിരുന്നു. ആൾ ഓട്ടം കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. ഒരു കണക്കിനാൾ യൂണിവേഴ്സിറ്റിയിൽ എത്തിച്ച്. പിന്നെ ഇവിടെ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ അറിയാലോ, പാഞ്ചിന്റെ കാര്യത്തിന് അവർ ഒപ്പിന് വേണ്ടി എന്താണ് 1 മണിക്കൂർ നടത്തിക്കും. അങ്ങനത്തെ ഒരു മനുഷ്യനുണ്ട്. പിന്നെ അവിടെ നിന്ന് ചൂടെടുത്തപ്പോ നേരെ വിട്ട് ഹൈലൈറ്റ് മളിക്കണം. അൽഹംദുലില്ലാ, ഹിജാസ് ഒരു ക്യൂട്ട് മനുഷ്യൻ തന്നെ അല്ലേ. പിന്നെ ക്യൂട്ടും കാണിച്ചിരുന്നപ്പോൾ വൈറ്റിന്ന് സൗണ്ട് ആയിട്ട് നേരെ വിട്ടത് ഫുഡ് കഴിക്കാൻ. അവിടെ ചെന്നപ്പാടെ പിങ്ങില്ലാത്ത തിരക്ക്. പിന്നെ ഇത്ത പറഞ്ഞൊരു ഐഡിയ ഉണ്ടാ, അവിടെ ചെന്ന് തലർക്ക് അഭിനയിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സീറ്റ് വരുന്നൊക്കെ. പിന്നെ മാമാടെ കടയുള്ള സീറ്റ് തരാൻ അങ്ങനെ ഇത്തട ഓസ്കാർ അഭിനയം കൊണ്ടോന്ന് അറിയില്ല. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ വിളിച്ചു മാമക്കളെ സീറ്റ് ഉണ്ടെന്നും പറഞ്ഞു. അങ്ങനെ കേട്ടപാടെ ഓടിക്കയറി നമ്മുടെ ഓർഡർ അവർ കൊണ്ടു തന്നു. പിന്നെ പെരുന്നാൾ നിലാവില്ലാതെ തിളക്കം ഞാൻ